കുഷ്ഠത്തെ പൗഡർ തേച്ച് മറക്കരുതെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ. ഞാൻ അംബികയെ വിളിച്ചു പറഞ്ഞു, ഇതിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ വരില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഇത് കേസ് കൊടുത്തില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് നേരിട്ട് SP-ക്ക് പരാതി കൊടുക്കും. 10-30 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചത് നാട്ടിലെ സാധാരണക്കാരുടെ പൈസയാണ്. ഇത് ഏലൂരിലെ സ്കൂളിൽ കൊണ്ടുവന്ന് ചെലവാക്കിയിട്ട് ഇവിടെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ താല്പര്യമില്ലാത്തവർക്ക് തല്ലിപ്പൊളിച്ച് കളയാനുള്ളതല്ല. ഇപ്പോ ഇവർ ചെയ്തിരിക്കുന്നത് അവിടെ ആ ലെറ്റർ ഇളക്കി കളഞ്ഞത് കാണാതിരിക്കാൻ വേണ്ടി അതിന്റെ പുറത്ത് ഒരു വെളുത്ത കർട്ടൻ കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് 26 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണം പൂർത്തീകരിച്ച ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം നടക്കും മുന്നേ അതിൽ കേടുപാട് വരുത്തിയിട്ടുള്ളത് മറച്ചുവെക്കാൻ നടത്തിയ ശ്രമത്തെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. ഇത്തരം പ്രോജക്റ്റ് സംസ്ഥാനത്ത് തന്നെ ആദ്യത്തേതാണ് ഏരൂരിലേതെന്നും ജില്ലാ പഞ്ചായത്ത് ഇതിനെ അഭിമാന പദ്ധതിയായാണ് കണക്കാക്കിയിരുന്നതെന്നും എന്നാൽ അതിനെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുന്നതിന് കഴിയാത്തത് ഖേദകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്താണ് ഈ ശുചീകരണം എന്ന പേരിൽ ഇത്രയും വലിയ തുക ഉപയോഗിച്ച് ഈ മനോഹരമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ നേരത്തെ പറഞ്ഞപ്പോൾ ഇത് റിസോർട്ടാണോ എന്നൊക്കെ ചോദിച്ചു വിദ്യാർത്ഥികളെന്ന് പറഞ്ഞില്ലേ. ഇതൊരു ലക്ഷറി ആയിട്ടുള്ള ഒന്നാണെന്ന് സൂചിപ്പിച്ചില്ലേ. നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക്, നാട്ടിൻപുറത്തെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഇതുപോലെ നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നുള്ളതാണ് സർക്കാരും ജില്ലാ പഞ്ചായത്തും മറ്റ് പഞ്ചായത്തുകളും എല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ അത് എത്രമാത്രം വൃത്തിയായി സൂക്ഷിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിപ്പോൾ രാവിലെ അവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു ടാപ്പ് ഓണായി കിടക്കുകയാണ്. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പുറത്ത് അധ്യാപകരും പൊതുപ്രവർത്തകരും എല്ലാം നിൽപ്പുണ്ട്. ആ ടാപ്പ് ഓൺ ചെയ്ത് കിടന്നാൽ അത് 24 മണിക്കൂറും കിടന്നാൽ എത്ര ലിറ്റർ വെള്ളം ഒഴുകി പോകുന്നു? അതിന് മാത്രമുള്ള അധിക വെള്ളം നമുക്കുണ്ടോ? രണ്ടാമതായി, കഴിഞ്ഞ ദിവസം ഇതിന്റെ മുഴുവൻ ഫോട്ടോസും എനിക്ക് നിർമ്മിക്കുന്ന ഹാബിറ്റാറ്റ് ഇട്ട് തന്നിരുന്നു. സർക്കാരിന്റെ ഒരു അംഗീകൃത ഏജൻസിയാണ് നിർമ്മിച്ചത്. സാധാരണ നമ്മൾ ടെൻഡർ വിളിച്ച് ചെയ്യുന്ന ഒരു വർക്കല്ല ഇത്. അപ്പൊ ആ പടം ഇട്ട് തന്നപ്പോൾ തന്നെ ഞാൻ അംബികയെ വിളിച്ചു പറഞ്ഞു, ഇതിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ വരില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഇത് കേസ് കൊടുത്തില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് നേരിട്ട് SP-ക്ക് പരാതി കൊടുക്കും. 10-30 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചത് നാട്ടിലെ സാധാരണക്കാരുടെ പൈസയാണ്. ഇത് ഏലൂരിലെ സ്കൂളിൽ കൊണ്ടുവന്ന് ചെലവാക്കിയിട്ട് ഇവിടെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ താല്പര്യമില്ലാത്തവർക്ക് തല്ലിപ്പൊളിച്ച് കളയാനുള്ളതല്ല. ഇപ്പോ ഇവർ ചെയ്തിരിക്കുന്നത് അവിടെ ആ ലെറ്റർ ഇളക്കി കളഞ്ഞത് കാണാതിരിക്കാൻ വേണ്ടി അതിന്റെ പുറത്ത് ഒരു വെളുത്ത കർട്ടൻ കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. ഈ ശരീരത്തിൽ കുഷ്ഠരോഗം ബാധിച്ച് പൗഡർ ഇട്ട് മറയ്ക്കാവുന്ന ചില പള്ളിയിലെ ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. അതുപോലെയാണ് അത് മറയ്ക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് എന്നോട് പറഞ്ഞത് ഫുട്ബോൾ കളിച്ചപ്പോൾ തട്ടി വീണതായിരിക്കും. അതുകൊണ്ട് ഞാൻ രാവിലെ ഇവിടെ ചെന്ന് ഇതെല്ലാം ഞാനിവിടെ തുറന്നു പറയാൻ തന്നെ വന്നത്. വേറെ ഒരു സാംസ്കാരിക വിദ്യാഭ്യാസ പ്രസംഗവും ഞാനിവിടെ നടത്തുന്നില്ല. അപ്പോ ഞാനത് രാവിലെ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഫുട്ബോൾ തട്ടിയതല്ല, ബോധപൂർവ്വം ഇളക്കി കളഞ്ഞതാണ്. കാരണം 2 ഇഞ്ച് വലിപ്പമുള്ള സ്ക്വയർ ട്യൂബ് പാകി വെച്ചേക്കുന്ന ഒരു ജനലിന്റെ പിൻവശം, ആ ജനല് പൊളിക്കണമെങ്കിൽ കുളത്തുമ്പഴ കാട്ടി നാനെ അറിഞ്ഞു വന്നാൽ അത് പൊളിക്കാൻ പറ്റത്തില്ല. കാരണം അതിനകത്ത് കയറിയാൽ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അത് അടിച്ചു പൊട്ടിച്ചതാണ് ഗ്ലാസ്. ആ അക്ഷരങ്ങളെല്ലാം കുത്തി ഇളക്കിയതാണ്. അതുകൊണ്ട് അത് പരിഹരിക്കാൻ വളരെ ലളിതമായ ഒരു മാർഗം പ്രിൻസിപ്പൽ പറഞ്ഞു തന്നത്. ഒരു 10-100 ലക്ഷമോ 50 ലക്ഷമോ രൂപ ചെലവാക്കി ഈ 7 ഏക്കർ മുഴുവൻ മതിൽ കെട്ടി ഗേറ്റിട്ട് തന്നാൽ പിന്നെ ഞങ്ങൾ അത് സൂക്ഷിക്കാൻ എന്ന അർത്ഥത്തിലാണ് പ്രിൻസിപ്പലിവിടെ പറഞ്ഞത്. നമുക്ക് എല്ലാവരും മതിൽ കെട്ടി സംരക്ഷിക്കാനൊന്നും പറ്റില്ല. മതിൽ കെട്ടിയാലും ഇറങ്ങേണ്ട ആൾക്ക് മതിലിന്റെ മുകളിൽ ഇറങ്ങാം. ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികകുമാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S ശോഭ, ഷൈൻ ബാബു, ഡോൺ ബി രാജ്, MB നസീർ, സ്കൂൾ പ്രിൻസിപ്പൽ DV ജയലക്ഷ്മി, ഹെഡ്മിസ്ട്രസ് S സിന്ധു, കോൺഗ്രസ് I മണ്ഡലം പ്രസിഡന്റ് ഗി വർഗീസ്, ഏരൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് S ലിനുമോൻ, സ്കൂൾ PTA പ്രസിഡന്റ് M അജയൻ, വൈസ് പ്രസിഡന്റ് S സുദേവൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ജില്ലാ വിഷൻ, ഏരൂർ.